Good morning. So let's continue the story Toba Tek Singh. We were discussing different emotional beings in the lunatic asylum. All of them were very much sad. They were emotionally destroyed. And the reason for this was partition. Now, today we are going to meet a person, a sick person, who is the central character in the story. See the last paragraph of page number 19. A sick who had been in the asylum for 15 years. So there was a sick in this asylum. ഈ ഒരു ഭ്രാന്താശുപത്രിയിൽ ഒരു സിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഭ്രാന്താലയത്തിൽ ഒരു സിക്കുകാരൻ. And he was there for 15 years. He had been there for 15 years. 15 വർഷമായിട്ട് ഇയാൾ അവിടെ ഉണ്ട്. Used to mutter constantly to himself. And usually, he speaks to himself. ഇയാളോട് തന്നെ ഇങ്ങനെ സംസാരിക്കും. സ്വാഭാവികമായിട്ടും നല്ല മൂത്ത വട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയാണല്ലേ, സ്വയം സംസാരിച്ചുകൊണ്ടേയിരിക്കും, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ഇതുപോലെ ഇയാളോട് ഇങ്ങനെ സംസാരിക്കും. എന്താ പറയാമെന്നറിയോ? ഒപ്പർ ദി ഗുർഗുർ ദി അനക്സ് ദി ബായ് ധാനിയ ദി മൂങ്ക് ദി ദാൽ ദി ഓഫ് ലാൽറ്റെയിൻ. ഹി കെപ്റ്റ് സേയിങ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. വീണ്ടും ഇയാൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒപ്പർ ദി ഗുർഗുർ ദി അനക്സ് ദി ബായ് ധാനിയ ദി മൂങ്ക് ദി ദാൽ ദി ഓഫ് ലാൽറ്റെയിൻ. ഇതെന്താ പറയുന്നതെന്ന് ഇയാൾക്ക് അറിയുള്ളൂ. യുനോ, ബിക്കോസ് ഹീ ഈസ് മാഡ്. ഇയാൾ വട്ടനാണ്. ഹി ലോസ്റ്റ് ഹിസ് സെൻസ്. സ്വാഭാവികമായിട്ട് ഇയാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഈ വിളിച്ച് പറയുന്നത് എന്താ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള പലതും വിളിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ഹി സ്ലെപ്റ്റ് നീദർ അറ്റ് നൈറ്റ് നോർ ഡ്യൂറിങ് ദ ഡേ. He won't sleep neither night nor day. രാത്രിയും പകലും ഇയാൾ ഉറങ്ങൂല. According to the guards, he had not slept at all in 15 years. 15 വർഷത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം ഉറങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗാർഡ്സ് പറയുന്നത്. ദ ഒഫീഷ്യൽസ് ഇൻ ദ പ്രിസൺ, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ഇൻ ദ അസൈലം. അസൈലത്തിലെ ഭ്രാന്താലയത്തിലെ ഈ ഗാർഡ് പറയുന്ന 15 വർഷമായിട്ട് ഇയാൾ ഉറങ്ങിയിട്ടില്ല. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇയാൾ ഉറങ്ങിയിട്ടില്ല. ഹീ ഡിഡ് നോട്ട് ലൈ ഡൗൺ ഈദർ. ഇയാൾ ഈവൻ കിടക്കുക പോലും ചെയ്തിട്ടില്ല. ഓക്കെ, ഇയാളൊന്ന് കിടക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെന്താ ഇയാൾ ചെയ്യാം? സംടൈംസ് ഹീ ലീൻഡ് അഗെയിൻസ്റ്റ് എ വാൾ. ചില സമയത്ത് ഇയാളൊരു ചുമരിനോട് ചാരി ഇങ്ങനെ നിൽക്കും. ഹിസ് ഫീറ്റ്സ് ആൻഡ് ആംഗിൾസ് വെർ സ്വാലൻ ഫ്രം സ്റ്റാൻഡിങ് ടു മച്ച്. ഹിറ്റ്സ് ഫീറ്റ്സ് ആൻഡ് ആംഗിൾസ്, ഇയാളുടെ കാൽപാദവും അതുപോലെ ഈ ആംഗിൾസ്, എന്താ പറയുക, ഈ നിര്യാണിയുടെ ആംഗിൾ, ഈ ജോയിൻ്റ് ഭാഗമൊക്കെ സ്വാലൻ, ഇത് വീർത്തിട്ടുണ്ട്. ഫ്രം സ്റ്റാൻഡിങ് ടു മച്ച്, ഒരുപാട് നിൽക്കുന്നത് കൊണ്ട് കാലൊക്കെ വീർത്തിട്ടുണ്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദ ബോഡിലി ഡിസ്കംഫർട്ട് ഹി എക്സ്പീരിയൻസ്ഡ്, he refused to rest. ഈ ശാരീരികമായിട്ട് ഇയാൾക്കുണ്ടാവുന്ന ഈ ഡിസ്കംഫോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അവഗണിച്ചിട്ട് ഇയാൾ റെസ്റ്റ് എടുക്കൂല. ഹി റിഫ്യൂസ് ടു റെസ്റ്റ്. ഒന്നിരിക്കാനോ കിടക്കാനോ പറഞ്ഞാൽ ഇയാൾ ചെയ്യൂല. ഇയാൾ എണീറ്റിങ്ങ് നിൽക്കും, ചിലപ്പം ചുമരിൽ ചാരി നിൽക്കും, പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. വിത്ത് ഗ്രേറ്റ് സീരിയസ്നെസ് he listened to all the talk about the matter, then assumed a solemn air and replied, Upper the Gurgur the Annex the Bai Dhania the Moong Daldi of the Pakistan government. His usual gibberish. അപ്പോൾ ഈ ആളുകൾ വളരെ സീരിയസ് ആയിട്ട്, വിത്ത് ഗ്രേറ്റ് സീരിയസ്നെസ് ഹി ലിസൺ ടു ഓൾ ദ ടോക്ക് അബൌട്ട് ദ മാറ്റർ.
ആളുകൾ അപ്പുറപ്പുറമുള്ള ആളുകളൊക്കെ ഈ പാർട്ടീഷനെ കുറിച്ചൊക്കെ പറയുന്നത് ഹീ വിൽ ലിസൺ ടു ദം വിത്ത് ഗ്രേറ്റ് സീരിയസ്നെസ്. ഭയങ്കര സീരിയസ് ആയിട്ട് ഇതൊക്കെ കേൾക്കുകയാണ്. ദെൻ അസ്യൂംഡ് എ സോളം എയർ. എന്നിട്ട് വളരെ ഗൗരവത്തോട് കൂടി നിന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും? ഹി റിപ്ലൈഡ്. ഇയാൾ പറയും എന്താ അറിയോ? അപ്പർ ദി ഗുർഗുർദി അനെക്സ് ദി ബായ്ദാനിയ ദി മൂങ്ക് ദാൽ ദി ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെൻറ് ഹിസ് യൂഷ്വൽ ഗിബറിഷ്. ഇയാളുടെ സാധാരണ പറയുന്ന ആ മീനിങ്ലെസ് ടോക്ക്, ആ വട്ടൻ വർത്താനം. അപ്പോൾ ഇയാൾ കാര്യമായിട്ട് ആളുകൾ എന്തെങ്കിലും പറയുമ്പം താടിയൊക്കെ ചൊറിഞ്ഞിട്ട് വലിയ ഗൗരവത്തിൽ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ പതിവ് ഗിബറിഷ് അടിക്കും. ലേറ്റർ ഓൺ ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെൻറ് വാസ് റീപ്ലേസ്ഡ് ബൈ ഓഫ് ദി തോബ തേക്ക് സിംഗ് ഗവൺമെൻറ്. പിന്നീട് ആദ്യം പാകിസ്ഥാൻ ഗവൺമെൻറ് എന്ന് പറയും, അതിനുശേഷം അത് മാറ്റിയിട്ട് ഇയാൾ ഓഫ് ദി തോബ തേക്ക് സിംഗ് ഗവൺമെൻറ് എന്നാക്കും. ഒപ്പർ ദി ഗുർഗുർദി അനെക്സ് ദി ബായ്ദാനിയ ദി മൂങ്ക് ദാൽ ദി ഓഫ് ദി തോബ തേക്ക് സിംഗ് ഗവൺമെൻറ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും. നൗ ഹി ബിഗാൻ ആസ്കിങ് പീപ്പിൾ വേർ തോബ തേക്ക് സിംഗ് വാസ്. പിന്നീട് ഇയാൾ ആളുകളോട് ചോദിക്കാൻ തുടങ്ങി, ഈ തോബ തേക്ക് സിംഗ് എവിടെയാണുള്ളത്? തോബ തേക്ക് സിംഗ് എന്താ നമുക്കറിയാം, അതൊരു സ്ഥലമാണ് അല്ലേ? ഒരു കുളം, ആ കുളത്തിനരികിലുള്ള സ്ഥലം. അവിടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ആളുകൾക്ക് താമസ സൗകര്യവും കുടിവെള്ളമൊക്കെ കൊടുത്ത് യാത്രക്കാരെ അവിടെ ഇരുത്തുമായിരുന്നു. ഇതിൻ്റെ ഓർമ്മക്കാണ് ഈ തോബ തേക്ക് സിംഗ് എന്ന രീതിയിൽ ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ചോദിക്കും ആളുകളോട്. കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും പാകിസ്ഥാനും വെച്ചിട്ട് ഇമോഷണലി സംസാരിക്കുമ്പം ഇയാൾ ചോദിക്കും, അല്ല എവിടെയാണ് ശരിക്കും തോബ തേക്ക് സിംഗ്? ഫോർ ദാറ്റ് വാസ് ഹിസ് ഹോം ടൗൺ, ബിക്കോസ് തോബ തേക്ക് സിംഗ് വാസ് ഹിസ് ഹോം ടൗൺ. ഇയാളുടെ ഹോം ടൗൺ തോബ തേക്ക് സിംഗ് ആണ്. അപ്പോൾ ഇയാൾക്ക് അറിയണം, വെർ ഈസ് ദിസ് തോബ തേക്ക് സിംഗ്? ബട്ട് നോ വൺ കുഡ് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ഫോർ ഹിം. നോ വൺ നോസ് ദ ആൻസർ, വെർ ഈസ് ഇറ്റ്? കാരണം അവർക്ക് ഇന്ത്യയും പാകിസ്ഥാൻ എന്താണെന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് തോബ തേക്ക് സിംഗ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് വരുന്നത്. ആർക്കും അറിയില്ല അത് എവിടെയുള്ളത്. ആൻഡ് ഇഫ് someone did make an attempt to figure out the present status of Toba Tek Singh, more confusion would follow. And if someone did make an attempt to figure out the present status of Toba Tek Singh, തോബ തേക്ക് സിംഗിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് പറയാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മോർ കൺഫ്യൂഷൻ വുഡ് ഫോളോ. പിന്നെ അവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് ഇയാളുടെ ഒരു അവസ്ഥ. അപ്പോൾ തോബ തേക്ക് സിംഗ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്ന് ആരെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് മേക്ക് ദം കൺഫ്യൂസ്ഡ്. അതിൻ്റെ കാരണമുണ്ട്, എന്താണെന്നറിയോ? ഇറ്റ് ഹാഡ് ബീൻ റൂമേർഡ് ദാറ്റ് സിയാൽകോട്ട്, അവിടെ അങ്ങനെ ഒരു റൂമർ, ഒരു അടക്കം പറച്ചിലുണ്ടായിരുന്നു. സിയാൽകോട്ട് എന്ന് പറയുന്നത് വിച്ച് വാസ് വൺസ് ഇൻ ഹിന്ദുസ്ഥാൻ, അത് മുമ്പ് ഇന്ത്യയിലായിരുന്നു. വാസ് നൗ ഇൻ പാകിസ്ഥാൻ, ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നുണ്ട്. ഹൂ കുഡ് സേ വേർ ലാഹോർ വിച്ച് വാസ് ഇൻ പാകിസ്ഥാൻ ടുഡേ? ഇനി ആർക്കാ പറയാൻ പറ്റുക ലാഹോർ എവിടെയായിരിക്കും? ഇന്ന് പാകിസ്ഥാനുള്ള ലാഹോർ വുഡ് ബി ടുമോറോ, നാളെ എവിടെ ആയിരിക്കും എന്ന് ആർക്കാ പറയാൻ പറ്റുക? ആൻഡ് വാസ് ദർ എനിവൺ ഹൂ കുഡ് ഗ്യാരണ്ടി ദാറ്റ് ബോത്ത് പാകിസ്ഥാൻ ആൻഡ് ഹിന്ദുസ്ഥാൻ വുഡ് നോട്ട് ഡിസപ്പിയർ സം ഡേ? മറ്റൊരു ദിവസം ഇന്ത്യയും പാകിസ്ഥാനും അപ്രത്യക്ഷമാവൂല എന്ന് ആർക്കാ ഉറപ്പ് പറയാൻ പറ്റുക? കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള ഭയങ്കരമായൊരു ഫീലിംഗ് അതാണ്. ഇന്ന് ഇന്ത്യയിൽ കണ്ട സ്ഥലം നാളെ ഇന്ത്യയിലല്ല, അത് പാകിസ്ഥാനിലാണ്. അപ്പോൾ ഇവിടെ തോബ തേക്ക് സിംഗ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന സ്ഥലത്താണ് എന്ന് പറയുമ്പം തന്നെ കൺഫ്യൂഷനാണ്. കാരണം നാളെ ചിലപ്പോൾ അത് പാകിസ്ഥാനിലായിട്ടുണ്ടാവും. സോ ദിസ് ഇസ് എ കൺഫ്യൂഷൻ. ആ ആളുകളൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്, കൺഫ്യൂഷനിലാണ്. ഇതെന്താണ് ഏതാണ് ഒരു ഐഡിയ ഇല്ല. ദെൻ ദിസ് മാൻസ് cash had become thin and scraggy, and since he seldom bathed, his cash and his beard had become glued together, giving him a ghoulish appearance. This man's cash, it's a Hindi word I think. ഇയാളുടെ മുടി had become thin, മുടിയൊക്കെ ഇങ്ങനെ കട്ടി കുറഞ്ഞ്,
സ്ട്രാഗിലി. ആകെ മുഷിഞ്ഞ് മാത്രമല്ല, സിൻസ് ഈ സെൽഡം ബാത്ത്ഡ്, ഇയാൾ കുളിക്കാത്തത് കൊണ്ട് ഹിസ് ക്യാഷ് ആൻഡ് ഹിസ് ബിയേർഡ് ഹാഡ് ബിക്കം ഗ്ലൂഡ് ടുഗെദർ. അയാളുടെ മുടിയും അതുപോലെ താടിയൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്, ഈ ജട പിടിച്ചിട്ടുണ്ട്, ആകെ മുടിയൊക്കെ ആകെ ഒട്ടി. ഓക്കെ, ഗിവിങ് ഹിം എ ഗോളിഷ് അപ്പിയറൻസ്, ഒരു പൈശാചികമേ ഗോസ്റ്റി അപ്പിയറൻസ് ആണ് ഇയാൾക്കുള്ളത്. ഇയാളുടെ അപ്പിയറൻസ് ഒക്കെ ആകെ മാറി, ഒരു ശരിക്കും ഒരു ഭ്രാന്തൻ. ബട്ട് ഹി വാസ് എ ഹാംലെസ് മാൻ. പക്ഷെ ഇയാളെ കൊണ്ട് എന്തില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇയാൾ അക്രമകാരിയൊന്നുമല്ല, നല്ല ശാന്തനാണ്, ക്വയറ്റാണ്. ബട്ട് കാഴ്ചയിൽ ഇയാളത്ര നീറ്റോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ആളൊന്നുമല്ല. കുളിക്കാത്ത ആളാണ്, ആൻഡ് ഉറങ്ങാത്ത ആളാണ്, ഒന്ന് ഈവൻ കിടക്ക പോലും ചെയ്യാത്ത ആളാണ്. ഹി വാണ്ട്സ് ടു നോ വെയർ തോബ തേക്ക് സിംഗ് വാസ്. ഇതാണ് ഇയാളുടെ പ്രശ്നം. In 15 years, he had not once been involved in a brawl with other inmates. ഈ 15 വർഷത്തിനിടയിൽ ഒരു അടിപിടിയിലോ അല്ലെങ്കിൽ എന്താ ഒരു ഫൈറ്റിലോ ഇയാൾ ഇവിടെ ആരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല, ഒരു അടിപിടി ഉണ്ടാക്കിയിട്ടില്ല. The guards only knew that he was from തോബ തേക്ക് സിംഗ്. ഗാർഡ്സിന് തന്നെ ഇയാളെക്കുറിച്ച് അറിയുന്ന കാര്യം ഇയാൾ തോബ തേക്ക് സിംഗിലാണ്. ആൻഡ് വേർ ഹി ഓൺഡ് ലാൻഡ്, അവിടെ ഇയാൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. ഹി ഹാഡ് ബീൻ എ വെൽ ടു ഡു ലാൻഡ് ഓണർ, ഇയാൾ നല്ല ജീവിതം നയിച്ചിരുന്ന ഒരു ഭൂ ഉടമസ്ഥനായിരുന്നു. ദെൻ വിത്തൗട്ട് വാർണിംഗ് ഹി ഹാഡ് ഗോൺ ഇൻസെയിൻ. പിന്നെ പ്രത്യേകിച്ച് വാർണിംഗ് ഒന്നും ഇല്ലാണ്ട് ഇയാൾ പെട്ടെന്ന് ഭ്രാന്തായിപ്പോയി. പ്രത്യേകിച്ച് എന്താ പറയുക, ഭ്രാന്തിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കാണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഹി ഹാഡ് ഗോൺ മാഡ്. അയാൾ പെട്ടെന്ന് വട്ടായിപ്പോയി ഇയാൾക്ക്. ഹിസ് റിലേറ്റീവ്സ് ഹാഡ് ബൗണ്ട് ഹിം വിത്ത് അയൺ ചെയിൻസ്. കുടുംബക്കാരൊക്കെ ഇയാൾക്ക് വട്ടായപ്പോൾ ചെങ്ങല കൊണ്ട് ഇയാൾ കെട്ടി. ബ്രോട്ട് ഹിം ടു ദ അസൈലം ആൻഡ് അഡ്മിറ്റഡ് ഹിം. എന്നിട്ട് ഇയാളെ അസൈലത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ആക്കിയതാണ്. ഇത്ര അറിയുള്ളൂ ഗാർഡ്സിന്, നത്തിങ് മോർ നത്തിങ് ലെസ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. പെട്ടെന്നൊരു ദിവസം വട്ടായി, നല്ല വെൽ ടു ഡു ഫാമിലിയിലുള്ള ഒരു വെൽ ടു ഡു ലാൻഡ് ഓണറായിരുന്നു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഇയാൾക്ക് പെട്ടെന്ന് അങ്ങ് ഭ്രാന്തായി തീർന്നു. വിത്തൗട്ട് എനി വാർണിംഗ് എന്ന് പറയുന്നത് അല്ലേ. എന്നിട്ടോ ഈ ഭ്രാന്ത് വന്നിട്ട് ദേ വിസിറ്റഡ് ഹിം വൺസ് എവറി മന്ത്. മാസത്തിൽ ഒരിക്കൽ വരും റിലേറ്റീവ്സ്. ഇൻക്വയർഡ് ആഫ്റ്റർ ഹിസ് വെൽ ബീയിങ്, ഇയാളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. ആൻഡ് ദെൻ ലെഫ്റ്റ്, എന്നിട്ട് ഒരു പോവും. ദെയർ വിസിറ്റ്സ് കണ്ടിന്യൂഡ് അണ്ടിൽ ദ ഡിസ്റ്റർബൻസസ് ബിഗാൻ. ഈ ഒരു ഡിസ്റ്റർബൻസ്, ഈ പാർട്ടീഷൻ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് വരെ ദേ ഹാഡ് ദെയർ വിസിറ്റ്സ്. അവരുടെ കുടുംബക്കാരുടെ വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇയാളുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഹിസ് നെയിം വാസ് ബിഷൻ സിംഗ്. ഇയാളുടെ പേര് ബിഷൻ സിംഗ് എന്നാണ്. പീപ്പിൾ നൗ കോൾഡ് ഹിം തോബ തേക്ക് സിംഗ് ബിക്കോസ് ഹി ബിലോങ്സ് ടു തോബ തേക്ക് സിംഗ് ആൻഡ് he was asking where തോബ തേക്ക് സിംഗ് ഈസ്. സോ പീപ്പിൾ നെയിംഡ് ഹിം ആസ് തോബ തേക്ക് സിംഗ്. ആളുകൾക്ക് ഇയാളെ തോബ തേക്ക് സിംഗ് എന്ന് പേരിട്ടു. പേര് ശരിക്കും ബിഷൻ സിംഗ് ആണ്. Though it was apparent that he was impervious to the passage of time, he waited for the visits from his relatives and was ready for them when they came. അങ്ങനെ though it was apparent that he was impervious to the passage of time, impervious, not affected. സമയത്തിൻ്റെ കടന്നുപോക്ക് ഇയാളെ ബാധിക്കാത്തൊരു വിഷയമായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. സമയം കടന്നു പോകുന്ന സമയത്തെക്കുറിച്ചൊന്നും ഇയാൾക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹി വെയിറ്റഡ് ഫോർ ദ വിസിറ്റ്സ് ഫ്രം ഹിസ് റിലേറ്റീവ്സ് ആൻഡ് വാസ് റെഡി ഫോർ ദം വെൻ ദ കെയിം. ഇയാളുടെ റിലേറ്റീവ്സ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കും.
സമയത്തെക്കുറിച്ചൊന്നും ഇയാൾക്ക് യാതൊരു ധാരണയില്ല. ബട്ട് സ്റ്റിൽ ഇയാൾ കുടുംബക്കാരൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ടോ ബിഫോർ ദിയർ അറൈവൽ ഹി വുഡ് ടെൽ ദ ഗാർഡ്സ് ഹിസ് വിസിറ്റ് വാസ് കമ്മിങ്. കുടുംബക്കാർ വരുന്നതിന് മുമ്പേ ഗാർഡിനോട് പറയുമായിരുന്നു എൻ്റെ ആളുകൾ വരാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വരുന്നുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇയാൾ ബാത്തഡ്, ഇയാൾ കുളിക്കും. സ്ക്രബ്ഡ് ഹിസ് ബോഡി വിത്ത് സോപ്പ്, ശരീരത്തിൽ സോപ്പൊക്കെ നന്നായി തേക്കും. ഓയിൽഡ് ഹിസ് ഹെയർ, മുടിയൊക്കെ നന്നായി എണ്ണ തേക്കും. ആൻഡ് കൂംഡ് ഇറ്റ്, അത് നന്നായി വാരും. പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് വിച്ച് ഹി ഹാസ് റിസർവ്ഡ് ഫോർ ദിസ് ഒക്കേഷൻ. എന്നിട്ട് അയാളുടെ ഡ്രസ്സിൽ ഏറ്റവും നല്ല ഡ്രസ്സായിരിക്കും. ഏറ്റവും നല്ല ഡ്രസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കുടുംബക്കാർ കാണാൻ വരുമ്പം ധരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് കാത്തിരിക്കും. അപ്പോൾ എവിടുന്നാന്ന് അറിയില്ല, ഇയാൾക്ക് പ്രത്യേക സമയത്തെക്കുറിച്ചൊന്നും ഇയാൾക്ക് യാതൊരു ധാരണയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾ എന്ത് ചെയ്യും, ആ സമയമായിക്കഴിഞ്ഞാൽ കുടുംബക്കാർ വരാനാവുന്ന സമയമായിക്കഴിഞ്ഞാൽ ഗാർഡിനോട് പറയും അതേ എൻ്റെ കുടുംബക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇയാൾ നല്ല തിരുമ്പി കുളിച്ച് ഉഷാറായി ഫ്രഷായിരിക്കും. ദെൻ വെൻ ടു സീ ഹിസ് വിസിറ്റേഴ്സ്, എന്നിട്ട് ഇയാൾ വിസിറ്റേഴ്സിനെ കാണാൻ പോകും. ഹി റിമൈൻഡ് സൈലൻറ്റ് വെൻ ദേ ഹാഡ് അഡ്രസ്ഡ് ഹിം. അവർ സംസാരിക്കുന്ന സമയത്ത് ഇയാൾ സൈലൻ്റ് ആയിരിക്കും. സംടൈംസ് ഹവർ ഹി മട്ടേഡ്, പക്ഷെ ചില സമയത്ത് ഇയാൾ പറയും ഒപ്പുർദി ഗുർഗുർദി അനക്സി ബായ് ധാനിയ ദി മൂങ്ക് ദാൽ ദി ഓഫ് ലാൽറ്റെയിൻ. നേരത്തെ പറഞ്ഞ് അതേ ഗിബ്ബറിഷ് വിളിച്ച് പറയും. ഇയാളൊന്നും പറയുന്നില്ല, ഉണ്ടാണെങ്കിൽ നോക്കിയിരിക്കും. എന്തെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളെപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ സ്ഥിരമായി പറയുന്ന ആ കാര്യം തന്നെയായിരിക്കും ഇയാൾ പറയും. ഓക്കെ, ആൻഡ് വി വിൽ മീറ്റ് ടുമോറോ അഗൈൻ. ബൈ, താങ്ക് യു.